ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവി സുകന്യയോട് പറയുന്നുണ്ട്, ചേച്ചി ഒരു പെണ്ണ് പുതിയൊരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവ വീടുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്തിന് നമ്മൾ ഗ്രേസ് പീരീഡ് എന്നാണ് പറയുന്നത്. ആ പീരീഡിനുള്ളിൽ നിങ്ങൾ ഇവിടെ എല്ലാവരെയും മനസ്സിലാക്കി നല്ല രീതിയിൽ പോകണം. അങ്ങനെ ഒരു പീരീഡ് ഞങ്ങൾ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും ചേച്ചി അത് കണ്ടും നോക്കി മനസ്സിലാക്കി പോകണം. പക്ഷേ ആ ഒരു പീരീഡിന് ശേഷം അതിനുശേഷം ഞങ്ങൾ ഒന്നും ക്ഷമിക്കില്ല. പക്ഷേ ആ ഒരു പീരീഡിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ ക്ഷമിക്കും. പിന്നീട് നമ്മൾ ക്ഷമിക്കില്ല, തിരുത്തേയില്ല എന്ന് ദേവി പറയുമ്പോൾ സുകന്യയുടെ മുഖമൊക്കെ അങ്ങ് വല്ലാതാവുകയാണ് കേട്ടോ, ദേഷ്യത്തിലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നേ ഒരു സസ്പെൻസാണ്. മീനാക്ഷി, നമുക്കത് പറയണോ? വേണ്ട ചേച്ചി, വേണ്ട, നമുക്കത് സസ്പെൻസായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് 3 പേരും കൂടെ സുകന്യയ്ക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ട് പോവാണ്. സുകന്യയാണെങ്കിൽ ദേഷ്യം വന്നിങ്ങനെ തിരിഞ്ഞ് നിൽക്കാം. നാശങ്ങൾ എല്ലാം ഒറ്റക്കെട്ടാണല്ലോ. ഇവളുമാരുടെ മുന്നിൽ എങ്ങനെയാണ് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുക? ഇവിടെ എനിക്ക് ഒരു ശക്തിയുമില്ല. എങ്ങനെയെങ്കിലും തമ്മി തല്ലിക്കണം. എന്തെങ്കിലും കാര്യം പറഞ്ഞ് തമ്മി തല്ലിച്ചില്ലെങ്കിൽ ഈ വീട് എൻ്റെ കൺട്രോളിൽ വരില്ല. എങ്ങനെയെങ്കിലും വരുത്തിക്കണം. അങ്ങനെ സുകന്യ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആകാശാണെങ്കിൽ ഭയങ്കര മൂളിപ്പാട്ടും സന്തോഷമൊക്കെ ആട്ടോ രാത്രി. അപ്പോൾ അതും കണ്ടിട്ട് മീനാക്ഷി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ആകാശേ പതിവില്ലാത്തൊരു പാട്ട്? പിന്നെ നേരവും കാലമൊക്കെ നോക്കി പാട്ട് പാടണോ? എനിക്കിപ്പോൾ തോന്നി, അതുകൊണ്ട് ഞാൻ പാട്ട് പാടി. പിന്നെ എനിക്ക് മനസ്സിലാവണുണ്ട് ഇതെന്താണെന്നുള്ളത്. പിന്നല്ലാതെ ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അച്ഛനെ ചോദ്യം ചെയ്യാനും ചില ആൾക്കാരുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പക്ഷേ ആകാശേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. സുകന്യ ചേച്ചി ഗോമതി സ്റ്റോറിനെ കുറിച്ച് അച്ഛനോട് ചോദിച്ചില്ലേ? അതിൻ്റെ സന്തോഷമാണ് നീ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു സന്തോഷത്തിനെ പായസവും മുട്ടായിയും ഒക്കെ വേണമായിരുന്നു. ആ സ്ത്രീയുടെ പല കാര്യങ്ങളും എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇന്നത്തെ കാര്യം അത് പൊളിച്ചു. അവരെ സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് ഇരട്ടച്ചങ്ക്. എല്ലാവരെയും വിറപ്പിക്കുന്ന ബാലൻ സാറേ അവിടെ ഇരുന്ന് വിറപ്പിക്കുന്നത് ഞാൻ കണ്ടതാണ്. എടി, ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരാണ് ഈ നാടിന് ആവശ്യം. പിന്നെ അങ്ങനെ ആ ഇരട്ടച്ചങ്കുള്ള ചേച്ചിയോടെ ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ആരെ കളിയാക്കിയാലും ഞങ്ങൾ സഹിക്കും. അച്ഛനെ കളിയാക്കിയാലുണ്ടല്ലോ ഞങ്ങൾ സഹിക്കില്ല. അവർ പുച്ഛിച്ച ആ ഗോമതി സ്റ്റോറാണ് ഈ ദേവമംഗലത്തിൻ്റെ അസ്ഥിവാരം. നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ ചോരയും നീരും വന്നതേ ആ കടയിൽ നിന്നാണ്. പിന്നെ വേറൊരു കാര്യം ആകാശ ഓർമ്മിച്ച് വെച്ചോ, കടയ്ക്ക് അച്ഛൻ കൊടുത്തിരിക്കുന്ന പേരെന്താ? ബാലൻ സ്റ്റോർ എന്നല്ല, ഗോമതി സ്റ്റോർ എന്നാണ്. പേരിൽ പോലും ഒരു അവകാശം എൻ്റെ അച്ഛൻ വച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരാളിനെ താഴ്ത്തിക്കെട്ടാൻ നിന്നാലുണ്ടല്ലോ ഞങ്ങൾക്കൊക്കെ കലിയ വരുന്നത്. പിന്നെ ഇത്രമാത്രം വികാരം കൊള്ളാൻ വേണ്ടി നിനക്കെന്താടി? പക്ഷേ അച്ഛൻ തരുന്ന നക്കാപ്പിച്ച കൊണ്ടേ ഇതൊക്കെ ജീവിക്കാൻ പറ്റുമോടി? അതിനെക്കുറിച്ചാണ് ആ സ്ത്രീ ചോദിച്ചത്. മുമ്പ് ഞാനും മാമനും ഒക്കെ ഒറ്റത്തടികളായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് 2 പേർക്കും കുടുംബമുണ്ട്. അതൊക്കെ മനസ്സിലാക്കേണ്ട അച്ഛനല്ലേ. ലോകത്തൊരിടത്തും ഇല്ലാത്തൊരു മസിൽ പിടുത്തവും ഒക്കെ. അച്ഛൻ എന്ത് മസിൽ പിടിച്ചെന്നാണ് നീ ആകാശം നീ പറയുന്നത്? അങ്ങനെയാണെങ്കിലും അത് ഇവിടുത്തെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ശ്വാസം മുട്ടി ജീവിച്ചിട്ടുള്ള നന്മയൊന്നും എനിക്ക് വേണ്ട. അയ്യോ, ബാക്കി എല്ലായിടത്തും ഇതായി. ഇനിയിപ്പോൾ ആ ഗോമതി സ്റ്റോറും കൂടെ ഉള്ളൂ. അയ്യോ. പിന്നെ ഞാനേ ഒരു സ്വാതന്ത്ര്യം നേടി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മാമനും ഈ അടിമച്ചങ്ങലയൊക്കെ പൊട്ടിച്ചിറങ്ങും എന്നിങ്ങനെ ആകാശ് പറഞ്ഞിട്ട് പതിയെ ചോദിക്കാണ് കേട്ടോ മീനാക്ഷിയോട്. പിന്നെ ആ ലൈസൻസിൻ്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കണം. അയ്യോ, നീ പാടിയതുപോലെ ഞാനും പാടാം. സ്വപ്നങ്ങളെ വീണുടയും മോഹങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അങ്ങോട്ട് പാടാൻ തുടങ്ങി കേട്ടോ. എന്ന് വെച്ചാൽ നടക്കാൻ പോകുന്നില്ല, അതാണ് അതിൻ്റെ അർത്ഥം. വേണ്ട, നടക്കണ്ട, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ. അങ്ങനെ അവർ 2 പേരും കൂടെ അന്ന് വല്ലാത്ത പിണക്കത്തോട് കിടന്നുറങ്ങാം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ മുറ്റത്ത് കോലം ഇടാൻ വേണ്ടി എല്ലാവരും നിരന്ന് നിൽപ്പുണ്ട്. ഗോമതി തന്നെയാണ് കോലമൊക്കെ ഇടുന്നത്. അപ്പം ഇത് ദേവി പറഞ്ഞിട്ട് ഞാനും ഇട്ടോളാന്ന്. പക്ഷേ സമ്മതിക്കുന്നില്ല കേട്ടോ. മീനാക്ഷി പറയാം, അവിടെ കുത്തിയിരുന്നതൊക്കെ ചെയ്താലേ വയറിനൊരു കംപ്രസ് വരും, അത് കുഞ്ഞിന് നല്ലതല്ല. അതുകൊണ്ട് അതൊന്നും ചെയ്യണ്ട, ദേവി ചേച്ചി അവിടെ മിണ്ടാതിരുന്നാൽ മതി. അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ കോലമൊക്കെ ഇടുന്നത് അപ്പുറത്തെ അമ്മ നിന്ന് നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് അവർ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ കുടുംബത്തിലെ എല്ലാവരോടുള്ള ഈ ഐക്യം ഇങ്ങനെ തന്നെ പോയാൽ നന്നായിരുന്നു. അപ്പോഴാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആരാണ്? നമ്മുടെ സുകന്യ. നിങ്ങളിവിടെ എന്താ ചെയ്യുക? കോല ഇടുവാണോ? അതെ, കോല ഇടുകയാണ്. ഒരു കോല ഇടാൻ വേണ്ടി നിങ്ങൾ എത്ര പേരാ? എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇടുന്നത് വീടിൻ്റെ ഐശ്വര്യമാണ് മോളെ, നീയും കൂടെ കുടിക്കോ. പിന്നെ ദേവി എന്താ മാറിയിരിക്കുന്നത്? അല്ല, ദേവി ഉടനെ പറയാ, ഞാൻ മാറിയിരിക്കുന്നതൊന്നുമല്ല, ഞാൻ പറഞ്ഞതാണ് ഞാനും കൂടെ ഇടാന്ന്. അമ്മ സമ്മതിക്കാഞ്ഞിട്ടാ. അത് ശരി. സുകന്യ ചേച്ചി എന്താ പിന്നെ കോല ഇടോ? പിന്നെ എൻ്റെ വീട്ടിൽ ഞാനല്ലേ കോല ഇടുന്നത്. ഇതൊക്കെ എന്തൊരു കോലമാണോ? എൻ്റെ കോലം കണ്ടല്ലേ അത്ഭുതപ്പെട്ടു പോവും.
ആണോ? പിന്നല്ലാണ്ട്. എൻ്റെ വീട്ടിൽ ഞാനിടുന്ന കോലം കണ്ടിട്ടെ ആൾക്കാർ അത്ഭുതപ്പെട്ട് അസൂയപ്പെട്ട് നോക്കാറുണ്ട്. കാരണം എനിക്ക് ഈ പെയിൻറ്റിങ്ങിലൊക്കെ ചില വശമുണ്ട്. അപ്പോൾ ഞാൻ ഇടുന്ന കോലത്തിനും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ടാവും. അതെയോ? അപ്പോൾ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ചേച്ചി എന്നെ അങ്ങോട്ട് ഇട് കോലം. അയ്യോ ഞാനോ? ഞാനിടില്ല. അതെന്താ? അല്ല, ഇനിയിപ്പോൾ കോലം നിങ്ങൾ ഇട്ട് തുടങ്ങിയില്ലേ, ഇനി ബാക്കി നിങ്ങൾ തന്നെ ഇട്ടോ. അത് വേണ്ട, ഇന്ന് നല്ല കാര്യം ചെയ്യാനുള്ള ദിവസമാണ്, തിങ്കളാഴ്ച ദിവസമല്ലേ, അതുകൊണ്ട് ചേച്ചി തൊട്ട് തുടങ്ങിക്കോ എന്ന് ദേവി പറയാണ് കേട്ടോ. അവസാനം സുകന്യ വെട്ടുപോയി. ഇനി എല്ലാവരും കൂടി ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ പെയിൻറ്റിങ്ങിലൊക്കെ വലിയ ടാലൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ മീനാക്ഷി പറയും, ഈ ടാലൻറ്റ് നമ്മളും കൂടെ ഒന്ന് കാണട്ടെ, ചെയ്യ്, വാ ഇങ്ങോട്ട്. മിത്ര ഇങ്ങോട്ട് വലിച്ച് പിടിച്ചെടുത്തുകൊണ്ടൊന്ന് ഇട്, കോലയിടാൻ. അങ്ങനെ ആ അരിപ്പൊടിയൊക്കെ വാങ്ങിച്ച് അവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് കുത്തിയിരുന്ന് അയ്യോ എന്താ ചെയ്യണമെന്ന്. ദൈവമേ, ആകാശത്തൂടെ പോയത് ഏണി വെച്ച് പിടിച്ചു എന്ന് പറയുന്നത് ഇതിനായിരിക്കും. ഗോമതി വിചാരിക്കുന്ന സുകന്യ എന്താ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ, എന്തേ ഒരു കോലം വരയ്ക്കാൻ വേണ്ടി ഇത്രയ്ക്കൊക്കെ ആലോചിക്കണോ? അല്ല അത് വരയ്ക്കാം എന്ന് പറഞ്ഞത് സുകന്യ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വെക്കുന്നുണ്ടല്ലോ. സുകന്യ ആകെ പെട്ടുപോയി. അയ്യോ ഇതെന്താ ചേച്ചി ഇങ്ങനെ, ഇതെന്തേ കോലമല്ലേ? അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ധർമ്മം വരും കേട്ടോ. അപ്പോൾ ധർമ്മം വന്നിട്ടിരിക്കണം. അയ്യോ എല്ലാവരും കൂടെ കോല ഇടുക. അതെ, ഇതാരിട്ടതാ? ഇത് സുകന്യ ഇട്ടതാ. നന്നായിട്ടുണ്ടോ? അയ്യോ ഇതെന്ത് കോലം ചേച്ചി? ഇത് കണ്ടാലേ 5ാം ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാൻ വേണ്ടി പഠിപ്പിക്കൂലേ, അതുപോലെ വരച്ച് വെച്ചേക്കുവാന്ന്. ഇത്രയും കേൾക്കണത് എല്ലാവരും കൂടെ പൊട്ടി അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങിയിട്ടോ. നാണം കെട്ട് നാറ് നിന്ന് പോയി സുകന്യ. എന്നിട്ട് ധർമ്മം പറഞ്ഞു, എൻ്റെ സുകന്യ എന്നാലും കൊള്ളാം. അങ്ങനെ ഈ നാണക്കേട് സഹിച്ച് നേരെ രാജശ്രീ അടുത്ത് വന്ന് പരാതി പറയാം കേട്ടോ. ചേച്ചി സുകന്യ ആരാന്ന് അവർക്ക് അറിഞ്ഞൂടെ, ഞാൻ കാണിച്ചു കൊടുക്കുക. ഒരു കോലയിട്ട് എൻ്റെ പേരിൽ എല്ലാം കൂടെ എന്നെ കളിയാക്കി ചിരിച്ചില്ലേ, ഞാൻ കരയ്ക്കും, നോക്കും. ശരി പോട്ടടി, സാരയില്ല, നീ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. പകരം വീട്ടിൽ നിന്ന് നീ എങ്ങനെയാ സമാധാനപ്പെടും. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വാസ്തവത്തിൽ നീ ഇട്ട കോലം എങ്ങനെ ഉണ്ടായിരുന്നു? കോലം എങ്ങനെയുണ്ടെന്നല്ല പ്രസക്തി, അതിലൊന്നും പ്രസക്തി ഇല്ല. ഞാനാണ് ഇട്ടത്. ഇനി കോലം തെറ്റിയാലും കുഴപ്പമില്ല, നല്ലത് പറഞ്ഞിട്ട് അഭിനന്ദിക്കണം, എന്നിട്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കണം. ഇതല്ലാതെ കോലം ചിരിച്ചിരിച്ചുകൊണ്ടിരിക്കുക എല്ലാം കൂടെ. നോക്കൂ സുകന്യ, നിൻ്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ എടുത്തു ചേട്ടൻ പാടില്ല. ബുദ്ധിപരമായിട്ട് വേണം നീ നേരിടാനായിട്ട്. എന്ത് ബുദ്ധിപരമായെന്നോ? ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുത്താൽ ആ പ്രശ്നങ്ങളെല്ലാം തീരും. എടി മണ്ടി, നീയല്ല അവർക്ക് ചെവിക്കല്ല് നോക്കി കൊടുക്കേണ്ടത്, അവർ തമ്മിൽ വേണം തല്ലാനായിട്ട്. മിത്ര മീനാക്ഷി തല്ലണം, മീനാക്ഷി ദേവി തല്ലണം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലണം, മനസ്സിലായോ? അവരുടെ കൂട്ടുകെട്ട് നീ തകർക്കണം, അതാണ് വേണ്ട. അങ്ങനെ നടക്കില്ല ചേച്ചി, അവർ കോൺക്രീറ്റ് പോലെ ഉറപ്പാണ്. നല്ലൊരു മെഷീൻ കൊണ്ടിട്ട് അടിച്ചാലേ എല്ലാ കോൺക്രീറ്റും തകർന്നോളും. അതെയോ? അതാണ് വേണ്ടത്. നീ അതിന് വേണ്ടി നീ മുന്നോട്ട് തീരുമാനിക്കണം. അപ്പോൾ സുകന്യ പറയണം, ശരിയാ, പിന്നെ നല്ലൊരു അവസരം വരും, ആ അവസരം നീ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. അങ്ങനെ സുകന്യ അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അതുപോലെ ബാലനാണെങ്കിൽ പതിവില്ലാതെ രാമേട്ടനെ വിളിച്ചിട്ട് ശമ്പളം കൊടുക്കുകയാണ്. അപ്പോൾ രാമേട്ടൻ അത്ഭുതപ്പെട്ടു പോയി. ശമ്പളോ? ഏത് ശമ്പളം? അല്ല, ഗോമതി സ്റ്റോറിൽ ജോലി ചെയ്യുന്നത് മോശത്തിനല്ലല്ലോ, ശമ്പളം പിടിക്കുക. ഞാൻ നിന്നോട് ശമ്പളം ആവശ്യപ്പെട്ടു, ഇന്നല്ല എന്നെങ്കിലും ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് ആവശ്യമുള്ളപ്പോൾ എത്രയെന്നുള്ളപ്പോൾ ഞാൻ ചോദിക്കും, വാങ്ങിക്കും. അല്ലാതെ ശമ്പളമായിട്ട് നീ തന്നിട്ടുമില്ല, ഞാനോട്ട് വാങ്ങിയിട്ടില്ല. എന്നാൽ ഇന്ന് മുതൽ അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. കൃത്യം 1-ാം തീയതി ശമ്പളം ഇതാ പിടിക്കുക, വാങ്ങിച്ചോ. എന്നാൽ ഞാനും ഒരു തീരുമാനം പറയാം, ഇന്ന് മുതൽ ഗോമതി സ്റ്റോറിലെ സേവനം ഞാനും അങ്ങ് അവസാനിക്കുക, എനിക്കും വേണ്ട. അത് കൊള്ളാമല്ലോ, ഒരു ശമ്പളക്കാരനെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഇത് എൻ്റെയും കൂടെ കടയാണെന്നും ഞാനും ഇതിൻ്റെ ഓണറാണെന്നും ചിന്തിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എപ്പം ഇവിടുത്തെ ജോലിക്കാരനാക്കിയല്ലേ നീ എന്നെ? അത് വേണ്ട, അങ്ങനെ കൂലിക്ക് നിൽക്കാനാണെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും കടയിൽ പോകുമായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഇവിടെ വരേണ്ട കാര്യം? എന്നാലും ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് രാമേട്ടൻ അങ്ങോട്ട് പോവാം. പൊക്കോ രാമേട്ടൻ പൊക്കോ. ആകാശേ ഏതാണ്ടൊക്കെ എന്നിൽ നിന്നും അകന്നു തുടങ്ങി. ഇനിയിപ്പോൾ ധർമ്മനും അധികകാലം എന്നോട് കാണത്തില്ല. ഇനിയിപ്പോൾ രാമേട്ടനും പൊക്കോ. ആരെയും കണ്ടോണ്ടല്ല ഈ ബാലൻ ഈ ഭൂമിയിൽ വന്നതും ഈ സ്ഥാപനം തുടങ്ങിയതും. ആരൊക്കെ എന്നെ കൈവിട്ടാലും ശരി, ഗോമതി സ്റ്റോർ ഞാൻ വിട്ടുകളയില്ല. എന്താടാ ഇനി എന്ത് പറ്റി? നിനക്ക് എന്ത് വിഷമമുണ്ടല്ലോ ബാല, പറ. ബാലൻ സങ്കടത്തോട് പറയാം, രാമേട്ട എന്നോട് കണക്ക് ചോദിച്ചു തുടങ്ങി, ശമ്പളക്കാര്യങ്ങൾ അന്വേഷിച്ചു, നമ്മുടെ ഈ ഗോമതി സ്റ്റോറിനെ ആക്ഷേപിച്ചു, അവഹേളിച്ചു. അച്യുതവർമ്മയായിരിക്കും. അല്ല, ധർമ്മൻ്റെ ഭാര്യ സുകന്യ. സുകന്യയോ? അതെ, ധർമ്മന് 70,000-80,000 ശമ്പളം ഉണ്ടെന്ന് ചോദിക്കണത്. ഈ 70,000-80,000 രൂപ ഉണ്ടെന്ന് അവൾ ചോദിച്ചോ? അപ്പോൾ അവൾക്ക് വട്ടാണ്. അല്ല, അവൾ ദൈവമക്കളത്തെ അലങ്കോലമാക്കാൻ വേണ്ടി തന്നെ കയറി വന്നവളാണ്. അത് ശരി. ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെയൊക്കെയാണ് അല്ലേ? ഞാൻ ആരോട് പറയാനാ? എനിക്ക് തകർന്നു പോയി ഇന്നലെ. എനിക്കിതൊക്കെ പറയാനായിട്ട് രാമേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. രാമേട്ടനോടല്ലേ എനിക്ക് സങ്കടങ്ങൾ പറയാൻ പറ്റും. ഒന്നും ഞാൻ വിചാരിക്കുന്ന പോലെ വരുന്നില്ല. ഉദയഭാനുണ്ടെങ്കിൽ അങ്ങനെ, ആകാശാണെങ്കിൽ വേറൊരു വശത്ത്, മിത്രയാണെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് പോലീസാക്കാൻ പോകുന്നു. ഇപ്പോൾ ദേ പാവം ധർമ്മൻ്റെ അവസ്ഥ ഇങ്ങനെയുമായി.
സാരമില്ലടാ, വിഷമിക്കാതെ. ദേഷ്യം വരുമ്പോഴും വിഷമം വരുമ്പോഴും ആശ്വാസം കിട്ടാനായിട്ട് ഒരു മരുന്ന് പറയാം. എൻ്റെ അത്രയും വിഷമങ്ങൾ നിനക്ക് ഉണ്ടോ? ഇല്ല. എൻ്റെ കുടുംബകാര്യങ്ങൾ നീ ഒന്ന് ചിന്തിച്ച് നോക്ക്, അപ്പം തന്നെ നിനക്ക് സമാധാനം കിട്ടും. പിന്നെ സമാധാനപ്പെട്ടിരി, ഒക്കെ ശരിയാവൂടാ. പ്രയാസപ്പെടല്ലേ, എല്ലാം നേരാവുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ജീവിക്കുന്നില്ലേ, അതുപോലെ നീ അങ്ങ് ജീവിക്കണം. ഒന്നും വിഷമിക്കാതെ, എല്ലാം ശരിയാവും. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ടെൻഷനാവുന്നത്? ഒക്കെ ശരിയാവും, സമാധാനപ്പെട്ടിരിക്കുക എന്നിങ്ങനെ പറയട്ടോ. പക്ഷേ ബാലനാണെങ്കിൽ മനസ്സ് തകർന്ന് രാമേട്ടൻ്റെ മുമ്പിൽ ആ കടയിൽ വല്ലാത്തൊരവസ്ഥയിൽ ഇരുന്ന് പോവാണ്. ഇതൊക്കെ എന്നിട്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്